നമസ്കാരം. ഞാൻ ആറ്റുകാൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ഗുരു ആസ്ട്രോളജിക്ക് സ്വാഗതം. ഇന്നത്തെ ജ്യോതിഷ ചിന്താവിഷയത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 1202 വർഷം, അത് പുതുവർഷം. ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണഫലം? പുതുവർഷ ഫലമാണ് പറയുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 17 രാവിലെ, തിങ്കളാഴ്ച രാവിലെ 7:32 ചിങ്ങരവി സംക്രമം. അപ്പം ഇതിൽ ഈ വർഷം ഒരു പ്രത്യേകത ഉണ്ട്. ഉച്ചഭാവത്തിൽ ഗുരുവിൻ്റെ സ്ഥിതി, മീനത്തിൽ ശനിയുടെ സ്ഥിതി, കുംഭത്തിൽ രാഹു, ചിങ്ങത്തിൽ കേതു, പിന്നെ കുഞ്ഞു ഗ്രഹങ്ങളെ നമുക്ക് നിരീക്ഷിക്കാം. അപ്പം ഏതെല്ലാം രാശികൾക്കാണ് ഗുണഫലം? ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മേടക്കൂറുകാർക്ക് എങ്ങനെ. അതായത് ഈ വരുന്ന ഓഗസ്റ്റ് 17 മുതൽ 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയാണ് നമുക്ക് കൊല്ലവർഷം, ഒരു വർഷത്തെ ഫലം. അപ്പം മേടക്കൂറിൽ അശ്വതി, ഭരണി, കാർത്തിക ഇവർക്ക് നിലവിൽ 11 രാഹുവിൻ്റെ സ്ഥിതി, 12 ശനിയുടെ സ്ഥിതി, 4-ാം ഭാവം ഗുരുവിൻ്റെ സ്ഥിതി. അപ്പോൾ നമുക്ക് കഴിഞ്ഞ കാലമൊക്കെ വളരെ അരിഷ്ടതയായിരുന്നു. ശനി മാറ്റം നമുക്ക് 12 മരുത്വ ചിലവെന്ന് പറയും. അതായത് വരുന്ന കാശെല്ലാം കുടുംബത്തിൽ അസുഖബാധിതരായിട്ടുള്ള അച്ഛനമ്മയ്ക്കോ അല്ലെങ്കിൽ കുടുംബത്തിലെ മരുന്നിൻ്റെ ചിലവാണ് കൂടുതലും വന്നത്. അത് മെഡിക്കൽ ചിലവ്. അത് 12 നിൽക്കുന്ന ശനി മീനത്തിൽ നിന്ന് 2-ാം ഭാവം ദൃഷ്ടി, 3-ാം ഭാവം ദൃഷ്ടി 2 വരെയാണ്. അത് ഇടവത്തിൽ. എത്ര ധനം വന്നാലും നമ്മളെ കയ്യിൽ നിൽക്കില്ല. പിന്നെ ചിലവർക്കൊക്കെ ചെറിയ ചെറിയ വാഹനാപകടം സംഭവിച്ചിരിക്കാം, മാതാവിന് അരിഷ്ടത ഉണ്ടായിരിക്കാം, ചില ലോൺ അടവുകൾ, EMI അടവുകൾ, ഇതൊന്നും സമയത്തിന് അടയ്ക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ 7-ാം ശനിയുടെ തുടക്കം, സാമ്പത്തിക ബുദ്ധിമുട്ട്, ഒരു വീട് പണി പാതിയിൽ നിൽക്കുക, ഇതെല്ലാം നമുക്കിപ്പം മാറുകയാണ്. ഈ വർഷം നമുക്ക് സുഭിക്ഷമായിരിക്കും. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഗുരു കുജ സംഗമം സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത, ഉച്ചഭാവത്തിൽ നിൽക്കുന്ന ഗുരുവിൻ്റെ കൂടെ കുജൻ ചേരുകയാണ്. അപ്പം നീചഭംഗ രാജയോഗം എന്ന് പറയും. കർക്കിടകത്തിൽ ഗുരു ഉച്ചഭാവത്തിലാകുമ്പോൾ കുജൻ നീചഭാവത്തിലാവും. അപ്പോൾ അവിടെ ഡബിൾ പവർ കിട്ടുകയാണ്. അപ്പം കാരകം നമ്മൾ നോക്കണം. ഗുരുവിൻ്റെ കാരകം എന്താണ്, കുജൻ്റെ കാരകം എന്താണ്? കുജൻ എന്ന് പറയുന്നത് രക്തകാരകൻ, ജയത്തിൻ്റെ കാരകൻ, ഭൂമി കാരകൻ. ഗുരു എന്ന് പറയുന്നത് പുത്രകാരകൻ, ധനകാരകൻ, ശുഭകാര്യങ്ങളുടെ ഒരു ഗ്രഹമാണ് ഗുരു. അപ്പോൾ ഉച്ചനും നീചനും ചേരുമ്പോൾ നീചഭംഗ രാജയോഗം. അപ്പോൾ ഇതിൽ ചിലവരൊക്കെ വളരെ ബുദ്ധിമുട്ടൊന്നുണ്ടാവും. ആര്? അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഇവർക്കെല്ലാം ഇനിയിപ്പോൾ മിറാക്കിളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് എപ്പോഴും ചേരുന്ന ഒരു സംഗമമല്ല. വളരെ കാലം, അത് കുറേ വർഷം കഴിഞ്ഞിട്ടേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. അതിനിപ്പോൾ ഒരു ഉദാഹരണം പറയാം. ശ്രീരാമൻ ജനിക്കുമ്പോൾ പഞ്ചമഹാപുരുഷയോഗം സംഭവിച്ചു. ആ കാലശേഷം അങ്ങനെ ഒരു സംയോഗം ഇതുവരെ വന്നിട്ടില്ല. ആ യോഗം ആർക്കും കിട്ടിയിട്ടില്ല. അതിങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ ഗുരു ഉച്ചഭാവത്തിൽ, കുജ ഉച്ചഭാവത്തിൽ, രവി ഉച്ചഭാവത്തിൽ, ശുക്ര ഉച്ചഭാവത്തിൽ, ശനി ഉച്ചഭാവത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ്റെ ജനനം. പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. ശ്രീരാമൻ ജനിക്കുമ്പോൾ ഏകകാല പ്രവേശം സംഭവിച്ചു. എന്താണ് ഏകകാല പ്രവേശം? കർക്കിടകത്തിൽ ചന്ദ്രനും ഗുരുവും കർക്കിടകത്തിൽ ഒന്നിച്ച് കയറുമ്പോഴാണ് ആ രാശി മാറി കയറുന്ന ഒരു സമയം. കറക്റ്റ് സമയത്താണ് ഏകകാല പ്രവേശം, ചന്ദ്രനും ഗുരുവും. അപ്പം മേടത്തിലെ പുണർദമാണ് ഭഗവാൻ. അപ്പം അതിനൊരു പ്രത്യേകതയാണ്. അതുപോലെ കുജ ഗുരു സംഗമം വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അപ്പം എന്താണ് മേടക്കൂറുകാർക്ക് ഗുണം? തൊഴിൽ സംബന്ധമായിട്ടാണെങ്കിലും മറ്റുള്ള ഏത് മേഖലയിലാണെങ്കിലും ഇനി വച്ചടി കയറ്റമാണ് വരാൻ പോകുന്നത്. അതിനൊരു പ്രത്യേകത, ഓഗസ്റ്റ് 24 മുതൽ, അതായത് 2026 ഓഗസ്റ്റ് 24 മുതൽ 2027 ജാനുവരി 31 വരെ ഗുരു ചിങ്ങത്തിൽ അതിസാരമായിട്ട് സഞ്ചരിക്കുകയാണ്.
അപ്പം മേടക്കൂറുകാർക്ക് ഏത് ഭാവം വരും? 5-ാം ഭാവം. അപ്പം 5-ാം ഭാവം പൂർവ്വപുണ്യമാണ്, രാശിക്ക് ദൃഷ്ടി വരെയാണ്, വളരെ പ്രത്യേകതയാണ്. ഇതിലൊരു വേറൊരു കാര്യം പറയാം. വിവാഹാദി കാര്യങ്ങളിൽ കുട്ടികൾ വിവാഹ തടസ്സം ഉണ്ടെങ്കിലും ഇപ്പം തടസ്സമാണ്, ഇതെല്ലാം മാറുകയാണ് ഓഗസ്റ്റിന് ശേഷം. അപ്പോൾ കുജൻ എന്ന് പറയുന്നത് സെപ്റ്റംബർ 18 മുതൽ 2026 സെപ്റ്റംബർ 18 മുതൽ 2027 ജൂലൈ 4 വരെ അതിസാര ഗുരുവിൻ്റെ കൂടെയും വീണ്ടും വക്രമായി വരുന്ന ഗുരു കർക്കിടകത്തിൽ കയറുമ്പോൾ വീണ്ടും വക്രമായി കുജൻ ഗുരുവിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ കാലയളവ് നോക്കുകയാണെങ്കിൽ 6-7 മാസ കാലയളവ് ഗുരു കുജ സംഗമം വളരെ ഗുണമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ നമുക്ക് കൂടുതൽ കിട്ടാൻ പോകുന്നത്? സാമ്പത്തിക നേട്ടം, ജോലി സാധ്യത, പുതിയ ജോലി കിട്ടുക, ബിസിനസ്സിൽ ഉന്നതി, പുത്രഭാഗ്യം ഇല്ലാതിരുന്നവർക്കൊക്കെ പുത്രഭാഗ്യം കിട്ടുക, വിവാഹ കാര്യങ്ങളിലുള്ള തടസ്സം എല്ലാം മാറുകയാണ്. എന്തുകൊണ്ടും വളരെ മെച്ചമാണ് കാണുന്നത് മേടക്കൂറുകാർക്ക്. അപ്പോൾ ഗുരുകുജ സംഗമം തുടർച്ചയായിട്ട് ഓഗസ്റ്റ് 24 മുതൽ വക്രഗതിയിൽ അതിസാരഗതിയിൽ ഗുരു ജാനുവരി 31 വരെ ചിങ്ങത്തിൽ സഞ്ചരിക്കുമ്പോഴും കുജ സഞ്ചാരം അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടും ഗുരുകുജ സംഗമം അപൂർവമാണ്. എന്ത് നേടിയെടുക്കാനുള്ള അവസരം, വിദ്യാഭ്യാസ ഇതിലാണെങ്കിൽ നോക്കുകയാണെങ്കിൽ കുട്ടികളൊക്കെ ഉന്നത പഠനം, അത് മെഡിക്കൽ പഠനമാണ് വളരെ പ്രത്യേകത, ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹാദി കാര്യങ്ങളിലും വിവാഹ തടസ്സം എല്ലാം മാറുകയാണ്. അപ്പോൾ നമുക്ക് 1202 വർഷം കൊല്ലവർഷം മേടക്കൂറുകാർക്ക് സുഭിക്ഷത്തിൻ്റെ ദിവസങ്ങളാണ്. ശുഭമസ്തു.